നമസ്കാരം. ഹിന്ദു വികാരം കത്തിച്ച് വോട്ട് നേടണം. CPM നയം തന്നെ ഇതാണ്. വെള്ളാപ്പള്ളി സുകുമാരൻ നായർ സംയുക്ത ഓപ്പറേഷൻ ലക്ഷ്യവും ഇതാണ് എന്ന് പറയേണ്ടി വരും. അവസാനം മന്ത്രി സജി ചെറിയാനും കളത്തിലിറങ്ങി വിവാദ പരാമർശവുമായി. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം വർഗീയത വളർത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ ഇന്നലെ പറഞ്ഞു. വർഗീയ ധ്രുവീകരണമുണ്ടായെന്ന് അറിയാൻ മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ അറിയാനാകുമെന്നും ഇതാർക്കും മനസ്സിലാവില്ലെന്ന് കരുതരുതെന്നും സജി ചെറിയാൻ പറയുകയുണ്ടായി. പ്രതിപക്ഷ നേതാവിൻ്റേത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമമെന്നും സതീശൻ മാപ്പ് പറയണമെന്നും സജി ചെറിയാൻ പറഞ്ഞു. കേരളത്തിൽ മറ്റൊരാളും നടത്താത്ത മതസ്പർദ്ധ വളർത്തുന്ന പരാമർശമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഷാൾ പുതപ്പിച്ചെന്ന സതീശൻ പരാമർശം NSS ജനറൽ സെക്രട്ടറിയെയാണോ ഉദ്ദേശിച്ചതെന്ന് തനിക്കറിയില്ല. സതീശന്റെ പരാമർശങ്ങളെ കേരളം തള്ളിക്കളയണം. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ തെറ്റായിട്ടൊന്നും തന്നെ താൻ കാണുന്നില്ല. മതസൗഹാർദ്ദത്തെ തകർത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമമാണ് സതീശൻ നടത്തിയത്. കേരള ജനതയ്ക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന സതീശൻ മാപ്പ് പറയണമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നും ടേം ഇളവ് ചർച്ചയായിട്ടില്ലെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. CPMന് കേരളത്തിൽ മൃദു ഹിന്ദുത്വമെന്ന് ആരോപിക്കുന്നത് ആസൂത്രിതമാണെന്നും ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവർക്ക് ദൃഢഹിന്ദുത്വമാണെന്നും MA ബേബി പറഞ്ഞു. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ഹിന്ദുത്വ വർഗീയ സംഘങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. BJP സർക്കാരുകളുടെ നിഷ്ക്രിയത്വമാണ് ഇതിന് കാരണമെന്നും MA ബേബി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസ്, ലീഗ്, BJP ഒന്നിച്ചു. അതുകൊണ്ടാണ് BJP പലയിടത്തും വിജയിച്ചത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിലുള്ളത്. മൃദു ഹിന്ദുത്വ സമീപനമാണ് കേരളത്തിലെ ഇടതു സർക്കാരിനുള്ളത് എന്ന തോന്നൽ വരുത്താൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് മൃദു ഹിന്ദുത്വം എന്ന് ആരോപിക്കുന്നവർക്ക് ദൃഢഹിന്ദുത്വമാണുള്ളത്. 10 വർഷം കേരളത്തിൽ വർഗീയ സംഘർഷം നടന്നിട്ടില്ല എന്നതിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷത്തിന് മാത്രമാണ്. നവോത്ഥാന നായകന്മാരുടെ അടക്കം പ്രവർത്തനങ്ങളുടെ ഫലമാണിതെന്നും MA ബേബി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈഴവ വിരോധിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു പിന്നോക്കക്കാരൻ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ കയറാൻ പാടില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ഒട്ടും കയറ്റാൻ പാടില്ല എന്നതാണ് VD സതീശന്റെ നിലപാടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ താൻ കയറിയത് വലിയൊരു കുറവായി VD സതീശൻ കാണുന്നുണ്ടെങ്കിൽ അയാളെയെല്ലാം ഊളൻപാറയ്ക്ക് അയക്കേണ്ടേ? നടന്നു വരുന്ന തന്നെ മുഖ്യമന്ത്രി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് വലിയ തെറ്റാണെന്നല്ലേ വ്യാഖ്യാനിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും രംഗത്ത് വന്നിരുന്നു. വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് സതീശനെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. NSSന്റെ മുഴുവൻ സഹായവും വാങ്ങി ജയിച്ച സതീശൻ ഇപ്പോൾ പറയുന്നത് സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങരുത് എന്നാണ്. കഴിഞ്ഞ ദിവസം പോലും ജ്ഞാനായ സഭയുടെ സിനഡ് കൂടിയപ്പോൾ കാലിൽ വീഴാൻ പോയി. വർഗീയതയ്ക്കെതിരെ പറയാൻ സതീശന് യാതൊരു യോഗ്യതയുമില്ല. സതീശനെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. KPCC പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കുകയാണ് സതീശൻ. ഇങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയുണ്ടാകുമെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. അതേസമയം NSSനെ SNDPയുമായി തെറ്റിച്ചത് മുസ്ലിം ലീഗാണെന്നുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണത്തിനെതിരെ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. CPMും BJPയും സംഘ് പരിവാറും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വ്യാപകമായി കേരളത്തിൽ വർഗീയത പ്രചരിപ്പിക്കുകയാണെന്നും അവരുടെ ഉപകരണമായി വെള്ളാപ്പള്ളി നടേശൻ മാറരുതെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ മതേതരവാദികളാണെന്നും മതധ്രുവീകരണത്തിനുള്ള ഒരു സാധ്യതയും കേരളത്തിലില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. വെള്ളാപ്പള്ളിയുടെ പ്രായത്തെയും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിക്കുന്നതിനാൽ തനിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്ക് മറുപടി പറയാനില്ലെന്നും സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു.